തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന പാരഡിയിൽ കേസ് പിൻവലിക്കാനൊരുങ്ങി സർക്കാർ. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കില്ല. ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി ADGP. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, എന്തായാലും ഇപ്പോൾ പാരഡി കേസിൽ നിന്ന് ഒരു പിൻവലിപ്പ് അല്ലെങ്കിൽ പിന്നോട്ട് നിൽക്കുകയാണ് സർക്കാർ. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ? രേണുക, സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രചാരണ പാട്ടുകൾ, പാരഡി ഗാനങ്ങൾ ഇറങ്ങുന്നതാണ്. ഇത്തവണ ഇറങ്ങിയ പ്രത്യേകിച്ച് ഈ വിവാദമായ പാരഡി ഗാനം അത് ഈ LDFന്റെ തോൽവിക്ക് തന്നെ കാരണമായും തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുകയും ആ പാട്ട് തന്നെ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പാരഡി ഗാനത്തിൽ മേൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത്തരത്തിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിലേക്ക് കൈമാറുമ്പോഴും പോലീസിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു പാട്ടല്ലേ, അതിനെ ആ വഴിക്ക് വിട്ടാൽ പോരെ, അതിൽ കേസ് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു അഭിപ്രായം പോലീസിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ ആ വിഷയം പോയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുകയാണ് CPM എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പത്തനംതിട്ട CPMന്റെ പ്രതികരണം തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരല്ല പാർട്ടി എന്നുള്ളതാണ് പത്തനംതിട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പോലീസുകാർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പാരഡി ഗാനത്തെ ചൊല്ലി ഇനി കേസുകളൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എടുത്ത കേസുകളിൽ ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ CPM പറയുന്നത് ഇതിപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയത്, പാർട്ടിയല്ല പരാതി നൽകിയത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതേസമയം തന്നെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പരാതിക്കാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. അദ്ദേഹത്തിന്റെ മൊഴി തിരുവനന്തപുരം സൈബർ പോലീസ് 10 മണിയോടെ രേഖപ്പെടുത്തുകയും മൊഴിയെടുത്ത് അദ്ദേഹത്തെ വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പറയുന്നത് ഇനിയിപ്പോൾ ഈ കേസ് കൂടുതൽ എടുക്കുകയോ എടുത്ത കേസുകളിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ് നൽകുന്ന വിശദീകരണം. അതിന്റെ തുടർ നടപടികളിലേക്ക് ഒരുപക്ഷെ നീങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷെ ആകെ നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള വിമർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പല തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു മതിൽ തീർത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല സിനിമകളിലും പല കത്തിവെക്കലും കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച CPMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പാരഡി ഗാനം കേൾക്കുമ്പോൾ അതിനോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നതാണ് ഉയർന്ന ചോദ്യങ്ങൾ. അത് ഇനിയും അത് ആയുധമാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ഈ പാരഡി ഗാനത്തെ ചൊല്ലി ഇനി അധികം വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല, നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ നിർദ്ദേശം പോലീസിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറുപക്ഷത്ത് പ്രതിപക്ഷം ഇപ്പോഴും ശബരിമലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെയും അതിലൂടെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. അതായത് ഇതുവരെയും കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളെയും പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വമ്പന്മാരിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഈ പാട്ട് കൂടി ചർച്ചാ വിഷയമാകുകയും ആ പാട്ട് തടയാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതൊരു ആയുധമാക്കി തുടർ പ്രചാരണം ഒരുപക്ഷെ ശക്തമാക്കാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ളത്. അതുകൂടാതെ മെറ്റയ്ക്കും യൂട്യൂബിനും കത്ത് അയക്കില്ല എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ പാരഡി ഗാനം നീക്കം ചെയ്യാൻ ഉള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ മെറ്റയ്ക്ക് പ്രതിപക്ഷ നേതാവും കത്തയച്ചിട്ടുണ്ട്. ഈ പാട്ട് പാരഡി ഗാനം നീക്കം ചെയ്യരുത് എന്നുള്ള ആവശ്യം പ്രതിപക്ഷ നേതാവും കത്ത് രൂപേണ മെറ്റയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഒരു പാരഡി ഗാനത്തെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങൾ അത് ഇപ്പോഴും കെട്ടടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ പ്രചാരണ സമയത്തും അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷവും പാട്ട് വലിയ
വൈറലായിരുന്നു, നമ്മളൊക്കെ തന്നെ കേട്ടതാണ്. ഒരു പക്ഷേ ആ റിസൾട്ട് വന്നതിന് ശേഷം 1-2 ദിവസം കൊണ്ട് കെട്ടടഞ്ഞു പോകേണ്ട, അല്ലെങ്കിൽ എല്ലാവരും മറന്നു പോകേണ്ട ഒരു പാട്ടായിരുന്നു. അത് വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ കൂടുതൽ പ്രചാരണത്തിൽ വരുന്നു. ഒരു കൊച്ചുകുട്ടി പോലും അതിന്റെ താളം അല്ലെങ്കിൽ ആ വരികൾ പാടി നടക്കുന്ന സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചത് ഒരുപക്ഷെ ഈ വിവാദങ്ങളാണ് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്.